കൊരട്ടിയിൽ KSEB ഇവർക്ക്, എൻ്റെ മനസ്സിലാക്കലിൽ പിഴവുണ്ടെങ്കിൽ അങ്ങ് തിരുത്തണം, കൊരട്ടിയിൽ ഈ മുരുക ഗ്രൂപ്പിന്റെ സംരംഭത്തിന് KSEB വൈദ്യുതി നൽകുന്നു. അതിന് പകരമായി മണിയാറിൽ അവർ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് KSEBക്ക് നൽകുന്നു. ഇങ്ങനെയാണോ ആ സംവിധാനം പ്രവർത്തിച്ചു വന്നത്? അവിടെ നിന്നുള്ള സൗജന്യത്തിന് ഇവിടെ അതിന് പരിഹാരമായ സൗജന്യം നൽകുക, ഇതായിരുന്നോ ഈ കരാർ? ഇനി ഈ മണിയാറങ്ങ് കൈവിട്ടു പോയാൽ മുരുക ഗ്രൂപ്പ് ഉടനെ എല്ലാം നിർത്തിയങ്ങ് പോകും എന്ന ഒരു സാങ്കല്പികമായ ഉത്കണ്ഠ എന്തിനാണ് നിങ്ങൾ വരുത്തുന്നത്? അവിടെയാണ് നിങ്ങൾ ഏത് ആളുകൾക്ക് വേണ്ടിയാണ് വാദിക്കുന്നത് എന്ന് ജോസഫ് സി മാത്യു പറഞ്ഞത് പ്രസക്തമാകുന്നത്. കാരണം പാലക്കാട് ഇവർക്ക് മറ്റൊരു സംരംഭമുണ്ടല്ലോ, അത് ഈ മണിയാറിന്റെ ബലത്തിലല്ലല്ലോ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇനിയും അവർ നവീനമായ സംരംഭങ്ങൾ കൊണ്ടുവരുന്നുവെങ്കിൽ അതെല്ലാം മണിയാറുമായി കച്ചവടം നടത്തിക്കൊണ്ട് തന്നെ ആകാവൂ എന്നത് അവരുടെ നിർബന്ധ ബുദ്ധിയാണ് എങ്കിൽ അതിൽ അവരുടെ ഒരു നിക്ഷിപ്ത താല്പര്യവും ഉണ്ടാകും. ആ ഭാഗത്തെ പൊതു താല്പര്യമാണ് രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്നത്, വൈദ്യുതി മന്ത്രിക്ക് ബോധ്യമായിരിക്കുന്നത്. ഇവിടെ ഏത് പുതിയ സംരംഭം വന്നാലും എതിർക്കുക എന്നത് ശൈലിയാക്കി തൊഴിലാക്കി മാറ്റിയവരാണല്ലോ പ്രതിപക്ഷ നേതാവ്. ക്യാമറ വന്നപ്പോഴും ജലമെട്രോ വന്നപ്പോഴും ഫോൺ വന്നപ്പോഴും എല്ലാം ഹൈക്കോടതിയിൽ പോയി കേസ് കൊടുത്തതാണ് അഴിമതിയാണെന്ന് പറഞ്ഞ്. അവസാനം പ്രതിപക്ഷ നേതാവിനോട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞു, രാഷ്ട്രീയ ധാർമ്മികത എന്നത് ഭരണപക്ഷത്തു നിന്നും പ്രതീക്ഷിച്ചാൽ പോരാ, പ്രതിപക്ഷ നേതാവും അത് ഉണ്ടെന്ന് പറഞ്ഞ് അഫിഡവിറ്റ് ഫയൽ ചെയ്യാൻ പറഞ്ഞു. അതിനുശേഷം ഹൈക്കോടതിയുടെ പരിസരത്തേക്ക് അദ്ദേഹം പോയില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും പഴയ പ്രതിപക്ഷ നേതാവും പറയുന്നത് അതൊരു വേദവാക്യമായിട്ട് നമ്മൾ എടുക്കേണ്ടതില്ല, എഴുതാപ്പുറം വായിക്കേണ്ടതില്ല. മന്ത്രിസഭ തീരുമാനിക്കട്ടെ. കേരളത്തിന്റെ വിശാലമായിട്ടുള്ള കാഴ്ചപ്പാട് അത് വ്യവസായ വികസനമായാലും വൈദ്യുതി മേഖലയിലെ ബന്ധപ്പെട്ടുകൊണ്ടല്ല. അല്ല ഞാൻ പറയട്ടെ മിസ്റ്റർ, അത്തരത്തിൽ വിശാലമായിട്ടുള്ള താല്പര്യം എടുത്ത് കേരളത്തിന്റെ മന്ത്രിസഭ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ സംസ്ഥാനങ്ങളും റോഡും വൈദ്യുതിയും മുരുക ഗ്രൂപ്പിന്റെ ആളുകൾ വന്ന് കണ്ടിട്ടുണ്ടോ? അത് പറയേണ്ട ആള് ഞാനല്ലല്ലോ. നിങ്ങൾ അത്